ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് തൃത്വക്കാര് സർവ്വയാപത്വം എന്ന വാക്കില്ലാത്തത് കൊണ്ട് അവർ ഏക ദൈവത്തെ വിശ്വസിക്കത്തില്ല, ഒരു ത്രിയേക ദൈവത്തെ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല എങ്കിലും, ഒരു തൃത്വ വിശ്വാസി എന്നോട് വളരെയധികം തർക്കിച്ച ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിനുള്ള ഒരു മറുപടിയാണ്. അദ്ദേഹം എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് കേട്ടോട്ടെ, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാനിന്ന് അത് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് സർവ്വയാപി എന്നൊരു വിഷയം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബൈബിളിൽ ഇല്ലെന്നാണ്. അദ്ദേഹം ഇല്ലാത്തിടത്തോളം കാലം ദൈവം ഏകനല്ല, ത്രിയേകനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു വാക്കുകളോ ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത് 1 തിമോത്തിയോസ് 1:17 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 1 തിമോത്തിയോസ് 1:17 വായിക്കുന്നത് എങ്ങനെയാണ്? നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമീൻ എന്നാണ് പറയുന്നത്. ത്രിയേക ദൈവത്തിന് ആമീൻ എന്നൊരു വാക്ക് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യം പ്രമാണിക്കുന്നവരാണ് ഇന്നിവിടെ കാണുന്ന തൃത്വക്കാരെന്ന് പറയുന്നത്. ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യം എങ്ങനെയെങ്കിലും പ്രമാണിക്കുക, അതിന് വിലങ്ങ് തടിയായി എന്തെങ്കിലും വാക്കുകൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, അവരുടെ തൃത്വം ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് തൃത്വക്കാരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സർവ്വയാപിത്വം എന്ന വാക്ക് വേണമെന്ന് നിർബന്ധമില്ല. അതിന് പകരമായി എത്രയോ വാക്കുകളുണ്ട് ദൈവവചനത്തിൽ നമ്മൾ കാണുമ്പോൾ തന്നെ. ഏക ദൈവത്തിനെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 4:24 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം ആത്മാവുന്നു, അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 ആത്മാക്കളുള്ളതായിട്ടോ ത്രിയേക ആത്മാവാണെന്നോ ഒന്നും ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല, അല്ലേ? ഇനി നമ്മൾ യിരെമ്യാവിന്റെ പുസ്തകം 23-24 വായിക്കുമ്പോൾ, യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 23-ാമത്തെ വാക്യം. 23-ാമത്തെ അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ കാണാതെ വേണോ ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അങ്ങനെ നിറഞ്ഞിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ സർവ്വയാപത്വം എന്ന വാക്ക് അവിടെ പൂർണ്ണമാകുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ സർവ്വയാപത്വത്തെയാണത് കാണിക്കുന്നത്. അതുപോലെ ഒരു വാക്യം കൊണ്ട് സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട്, പാതാളത്തിൽ പോയാൽ നിന്റെ കൈ എന്നെ പിടിക്കും എന്ന് ദാവീദ് പറയുന്നുണ്ട്. അപ്പോ അവിടെയും ഞാൻ ഇവിടെ പോയാലും അവിടെയും നിന്റെ കൈ എത്തും, എന്നെ തേടിയെത്തും എന്നുള്ള രീതിയിൽ ദാവീദ് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം സർവ്വയാപിത്വം എന്ന വാക്കിനെ തന്നെയാണ് ഗണ്ണിക്കുന്നത് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതല്ല അവിടെ മെൻഷൻ ചെയ്യുന്നത്, അതല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാരണം തൃത്വം എന്ന് പറയുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ എന്ന് പറയുമ്പം. അവിശ്വാസികളുണ്ട്, വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികളുണ്ട്, അങ്ങനെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ലേബിൾഡ് ക്രിസ്ത്യാനികളുണ്ട്. ഇങ്ങനെ എല്ലാ ടൈപ്പ് ആൾക്കാരും അദ്ദേഹത്തോടൊപ്പം നിലനിൽക്കും. അതാണ് അദ്ദേഹത്തിനൊരു വലിയൊരു കൂട്ടത്തെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ആൾക്ക് അതിന്റെ ആവശ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഏകത്വം പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നത് ഏകം എന്ന് പറയുമ്പോൾ തന്നെ. അപ്പൊ ആ വ്യക്തി പറയുന്നത് ഏകം അല്ലെങ്കിൽ ഏക ദൈവം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമില്ല. അതിന് പകരം ത്രീ എന്നൊരു സംഭവമുണ്ട്, ത്രിയേകൻ. ത്രീ എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ല, ത്രിയേകനൊന്നുമില്ല, തൃത്വമൊന്നുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. സർവ്വയാപത്വം ഇല്ലാത്തത് കൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല.
അതല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സ്റ്റേജ് കിട്ടണം എന്നാള്, അല്ലെങ്കിൽ ആളുകളുടെ കൂട്ടായ്മ കിട്ടണം. ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ തൃത്വം അല്ലെങ്കിൽ ത്രിയേകം എന്ന കാര്യം ശരിയാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏക ദൈവത്തിൽ അദ്ദേഹം വിശ്വസിക്കാത്തതിന്റെ മെയിനായ കാര്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ എന്താ അവിടെ ഇരിക്കുന്നത്, ഞാൻ കാണാതെ പോണോ ആർക്കെങ്കിലും മറയത്ത് ഒളിക്കുവാൻ കഴിയുമോ? അപ്പൊ ഇവിടെ ത്രിയേകനാണെങ്കിൽ 3 പേര് വന്ന് നോക്കണം. 3 പേര് വന്ന് എന്താണ് ഒളിപ്പാനായിട്ട് കഴിയുമ്പോൾ 3 പേര് വന്ന് ഇങ്ങനെ നോക്കിയിട്ടാണ് എന്നുള്ള രീതിയിൽ അർത്ഥത്തിലേ വരികയുള്ളൂ. ത്രിയേകൻ എന്ന വാക്ക് ദൈവത്തിന് ഉപയോഗിക്കുമ്പോൾ, അല്ലേ? ഞാൻ കാണാതെ കൊണ്ട് ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ? അപ്പൊ 3 പേരാണ് ഈ കാണുന്നത് എന്ന് പറയുമ്പോൾ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഏകദൈവം നമ്മൾ ആദ്യം തന്നെ വായിച്ചു, ഏകദൈവമാണെന്ന് വായിച്ചു. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന 3 പേർ എവിടുന്ന് വന്നു എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം തന്നെ അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ സർവ്വവ്യാപിത്വവും അവിടെ പൊളിയുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ആരും ഒരു നാളും കാണാത്തവൻ, 1 യോഹന്നാൻ 4:12 നമ്മൾ വായിക്കുന്നു. 1 യോഹന്നാൻ 4:12 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. അപ്പൊ തൃത്വക്കാരുടെ അഭിപ്രായത്തിൽ പുത്രനും പിതാവും പരിശുദ്ധാത്മാവും മൂന്നൂടെ ഒരുമിച്ച് കൂടിയാണ് ആവസിക്കുന്നതാണ് പറയുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇവിടെ പറയുന്നത് നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പേരെന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവം അവനോട് കൂടെ എന്ന് പേരുള്ള അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരിടണമെന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ജന്മസമയത്ത് ഗബ്രിയേൽ എന്ന ദൂതൻ, അതായത് ജനിക്കുന്നതിന് മുമ്പ് മറിയയോട് പ്രവചിച്ചത്. അപ്പൊ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ 2 പേരുടെ സാന്നിധ്യം അല്ലെങ്കിൽ 2 ദൈവങ്ങളില്ല. അപ്പൊ ജനിക്കാൻ പോകുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അവന് പേര് കൊടുക്കേണ്ട ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നായിരിക്കണമെന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, 2ഉം 3ഉം പേരൊന്നുമില്ല. ദൈവം സർവ്വവ്യാപി ആയതുകൊണ്ട് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവൻ എന്ന അർത്ഥത്തില്, കാണുവാൻ കഴിയാത്തവൻ, അല്ലേ? 1 തിമോത്തിയോസ് 6:16 നമ്മൾ വായിക്കുന്നു. 1 തിമോത്തിയോസ് 6:16 6:16 നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, 16ാമത്തെ വാക്യത്തിൽ, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്, അതിനു മുമ്പ് പറയുന്നുണ്ട്, ധന്യനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അല്ലേ? എത്ര കർത്താതി കർത്താവുണ്ട്. യേശു ക്രിസ്തുവിനെ ക്രൈസ്തവ ലോകം കണ്ടുവരുന്ന എന്താണ്, ഏക കർത്താവ് എന്നാണ് പറയുന്നത്. ഏക കർത്താവ്, അതായത് ഏക ദൈവവും ഏക കർത്താവും ഉണ്ടെന്ന്. അപ്പൊ എത്ര പേരായി അവിടെ പറയുന്നത്, ധന്യനായ ഏകാധിപതിയാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. അപ്പൊ ഇത്ര 2ഉം 3ഉം പേരുണ്ടോ? ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്, ഒരു വലിയ വസ്തുത തന്നെയാണ്. മാറ്റമില്ലാത്തവൻ. മലാക്കിയുടെ പുസ്തകം 3:6 നമ്മൾ വായിക്കുന്നു. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു. യഹോവയായ ഞാൻ മാറാത്തവനാണ്, അല്ലെ? യേശു ക്രിസ്തു മാറാത്തവനാണ്. അപ്പം യഹോവ യേശു ഒരാൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്, അല്ലെ? ജീവിച്ചിരിക്കുന്നവൻ. വെളിപ്പാട് 15:17 നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 15:17 നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അപ്പോൾ 4 ജീവികളിലൊന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക്
കൊടുത്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 4 ജീവികളിൽ എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ, അപ്പം 2ഉം 3ഉം പേരൊന്നുമില്ല, ജീവനുള്ള ഒരു ദൈവമേ ഉള്ളൂ. ജീവനുള്ള ദൈവത്തിന്റെ വെളിപ്പെടൽ എന്നുള്ളതാണ്, മനുഷ്യനായിട്ടുള്ള വെളിപ്പെടലാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? അപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ദൈവം, ദ മോണോത്തിയോസ്, ദ ഓൺലി വൺ ഗോഡ് എന്നാണ് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നത്, ദൈവവചനത്തിലുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 5:44 വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം. തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? കാരണം 43-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും, അല്ലേ? പിതാവിന്റെ നാമത്തിൽ വന്നു എന്നവിടെ പറയുന്നത് തന്നെ അവിടെ മനസ്സിലാക്കണം, ഒരേ ഒരാളേ ഉള്ളൂ ദൈവം. ആ ഒരു ദൈവം തന്നെ മനുഷ്യനായിട്ട് വെളിപ്പെട്ടു വന്നു എന്നുള്ളതാണ്, അല്ലെ? യഹൂദന്മാർ ചോദിക്കുമ്പോഴും പറയുന്നുണ്ട്, യഹൂദന്മാർ ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? 8-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 8:40. എട്ടിന്റെ 40 വായിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ ദൈവത്തോട് കേട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു, അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. അപ്പം മനുഷ്യനെന്നാണ് അവിടെ യേശുക്രിസ്തു സംബോധന ചെയ്യുന്നത്. അപ്പം അവിടെ മനസ്സിലാക്കണം, ദൈവം മനുഷ്യനായി വെളിപ്പെട്ട് സംസാരിക്കുകയാണ്, ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ട് പുത്രനായി നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്, മനുഷ്യനോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ഏക ദൈവമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ തൃത്വക്കാരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യം, സർവ്വവ്യാപി എന്നൊരു വാക്യം ബൈബിളിലില്ല. ഇപ്പൊ എത്രയോ വാക്യങ്ങൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളായി നമ്മൾ കണ്ടു. കാരണം ദൈവം ഒരുവനേ ഉള്ളൂ, അല്ലെ? ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു സർവ്വവ്യാപിത്വത്തെ കാണിക്കുന്നു, അല്ലാതെ 3 വ്യക്തികൾ കൂടിയുള്ള ഒരു ഇതല്ല അവിടെ ഉണ്ടാകുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഏക ദൈവമേ നമുക്കുള്ളൂ, ആ ദൈവം മോണോത്തിയോസ്, ദ ഓൺലി ഗോഡ് എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിരിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഈ വീഡിയോകൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.